നമ്മൾ എത്രയൊക്കെ പഠിച്ചാലുവേ പി എസ് സിയിൽ മാർക്ക് ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എത്ര കിടിലമായിട്ട് പഠിച്ച ഒരു ഭാഗമാണ് ജോഗ്രഫി, കേരള ജോഗ്രഫി. എങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് റാങ്ക് ഫയലിലുണ്ട് അല്ലെങ്കിൽ നമ്മളെ മെറ്റീരിയലുണ്ട്, പക്ഷെ നമ്മൾ വിട്ടുപോകുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് വ്യവസായം, കേരള വ്യവസായം. കയർ വ്യവസായം, കൈത്തറി വ്യവസായം, ധാതുക്കൾ, അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ ഇതിൽ വരും. അതെങ്ങനെ ചവറ് കണക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മൾ പഠിക്കൂല, പക്ഷെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. സോ ഇത് ഇൻട്രസ്റ്റ് ആണ് പഠിക്കാൻ, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലിയ ഡീപ്പായിട്ട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ ഇതിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കയർ ഫെഡ് നിലവിൽ വന്ന വർഷം 1979. ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റൂല, പഠിച്ചല്ലേ എഴുതാൻ പറ്റൂ. ഈ ടോപ്പിക് നമ്മൾ വിട്ട് കളയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്ക് കൂടെ പഠിച്ചു പോകണം. ഇങ്ങനെയുള്ള ടോപ്പിക്ക് പൊതുവെ യൂട്യൂബിലൊന്നും ആരും എടുക്കാറില്ല. കാര്യം അതൊന്നും ഇട്ടാൽ നിങ്ങൾ പോലും കാണത്തില്ല. അതാണ് ഇപ്പൊ ചിലപ്പോൾ ഈ വീഡിയോക്ക് പോലും വ്യൂ കുറവായിരിക്കും, അല്ലെങ്കിൽ നോക്കും ഒട്ടും വ്യൂ ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ വ്യവസായം തുടങ്ങാം. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. വ്യവസായത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കേരള വ്യവസായം, അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കയർ വ്യവസായത്തെ കുറിച്ചാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പഠിക്കുന്നത്. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിയാനുള്ള കാര്യങ്ങൾ മാത്രം, എക്സാം ഓറിയന്റഡ് അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ അതിൽ ആദ്യം ബേസിക് കാര്യങ്ങൾ പഠിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം, ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ല വയനാട്, ഏറ്റവും കൂടുതൽ പൊതുമേഖലയിൽ വ്യവസായങ്ങൾ കൂടിയ പൊതുമേഖല സ്ഥാപനങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. അപ്പം നോർമലി വ്യവസായത്തിന്റെ കേസ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എറണാകുളം, ഏറ്റവും കുറവ് വയനാട്. പൊതുമേഖലയിലാണ് എടുത്തു പറയുകയാണെങ്കിൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ചോദിച്ച കൊച്ചിയാണ്. തലസ്ഥാന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം. തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ആലുവയാണ്. ഇപ്പൊ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം, തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ആലുവയാണ്. എന്നാൽ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി എഴുതണം. ജില്ലയായിട്ട് തരായിരുന്ന കൊച്ചി എഴുതണം. ഓക്കെ. പള്ളിവാസൽ ജലവൈദ്യുത നിലയം വന്നതാണ് സത്യത്തിൽ 1938 ശേഷം കേരളത്തിൽ വളരെയധികം വ്യവസായം പച്ചപിടിക്കാൻ കാര്യം 1940 വന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഓക്കെ. ഓട് നിർമ്മാണം, ഓട് വ്യവസായം കൊണ്ടുവന്ന ഏത് മിഷനാണെന്ന് ചോദിച്ചാൽ ബാസൽ മിഷനാണ്. ഒരു PYQ ആണ്. ഓട് വ്യവസായമായിട്ട് ബന്ധപ്പെട്ട മിഷൻ, ബാസൽ മിഷൻ. കേരള സെറാമിക് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുണ്ടറയിലാണ്. 1937 ഈ സ്ഥാപനം വന്നത്. അത് സർക്കാർ ഏറ്റെടുത്തത് 1963. രണ്ടും പഠിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരള സെറാമിക് ലിമിറ്റഡ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്? കുണ്ടറയാണ്. അത് നിലവിൽ വന്നത് 37. ആർക്കും അറിഞ്ഞുകൂടാ, വെറുതായിട്ട് പഠിച്ചിട്ടില്ല. 1937 നിലവിൽ വന്നു. 1963 കേരള സർക്കാർ ഏറ്റെടുത്തു. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കയർ വ്യവസായത്തിലേക്ക് കടക്കാം. കയർ വ്യവസായത്തിൽ അതിന്റെ ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സുവർണ നൂൽ. കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂൽ എന്നതാണ് ആപ്തവാക്യം. ഓക്കെ. 85% ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന 85% കയർ വ്യവസായവും കേരളത്തിൽ നിന്നാണ്. ലോക കയർ വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 1ാം റാങ്ക് ആരാണ്? ഇന്ത്യയാണ്. സിമ്പിൾ പോയിന്റ്സ്. ഇനി കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കയർ ഗ്രാമം വയലാർ. കയറിന്റെ ഇറന്ന് ആലോചിച്ചാൽ മതി. കയർ ഗ്രാമം വയലാറാണ്. വയലാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴ തന്നെ ആൾമോസ്റ്റ് ഉത്തരം പറഞ്ഞത് കയറുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എക്കോ കയർ ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിപ്പാടാണ്. എക്കോ കയർ ഗ്രാമം ഹരിപ്പാട്. അടുത്തത് ജില്ല, അതായത് ആലപ്പുഴയിലാണ് കയർ ഗവേഷണ കേന്ദ്രം. സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിലാണ്. 1959 വന്നത്. കയർ ഗവേഷണ കേന്ദ്രം ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. 1959 അത് വന്നത്. ഇനി പരമ്പരാഗത വ്യവസായമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യവസായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയർ വ്യവസായമാണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പരമ്പരാഗത വ്യവസായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതും കയർ വ്യവസായമാണ്. റാങ്കിലൊന്ന് തൊഴിലാളികളുടെ എണ്ണത്തിൽ ചോദിച്ചാലും 1ാം സ്ഥാനം ഏതാണ്? കയർ വ്യവസായം. ഏതാണ് പേര് വരുന്നത്? പരമ്പരാഗത വ്യവസായം ചോദിക്കുകയാണെങ്കിൽ അത് കയറായിരിക്കും. ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ എന്നറിയപ്പെടുന്നു. അത് 1859 ആലപ്പുഴയിൽ സ്ഥാപിച്ചു. 1859 ആലപ്പുഴ ഡാറാസ് മെയിൽ, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ഓക്കെ. ഈ ഡാറാസ് മെയിൽ എന്ന് പറയുന്ന ഈ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലുമാണ്.
ഈ ജെയിംസ് ഡാറയാണ് അതിൽ മെയിൻ പേര് ഉള്ള ആള്. അത് അയാൾ അയർലൻഡുകാരനാണ്. കേരളത്തിൽ കയർ വർഷമായിട്ട് സംസ്ഥാന സർക്കാർ ആചരിച്ച വർഷം 2010. കയർ ബോർഡ് പഠിക്കണം. കയർ ബോർഡ് നിലവിൽ വന്ന വർഷം 1954. ഈ ബോർഡ് വരണ എല്ലാത്തിന്റെ ആസ്ഥാനം കൊച്ചിയായിരിക്കും. മിക്കതും 99%. കയർ ബോർഡ് വന്നിട്ടുണ്ടെങ്കിൽ ആസ്ഥാനം കൊച്ചിയാണ്. കയർ ബോർഡ് 1954 കൊച്ചി. അപ്പൊ ഈ കയർ ബോർഡ് വന്നതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചത് 2014 കാരണം 60 വർഷമാണ് ഡയമണ്ട് ജൂബിലി എന്ന് പറയുന്ന സാധനം. അപ്പൊ കയർ ബോർഡ് 2014 60 വർഷം കഴിഞ്ഞതിന്റെ സുവർണ ജൂബിലി ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. ഈ യഥാർത്ഥത്തിൽ കയർ ബോർഡ് വന്നത് കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് 1954. അപ്പൊ ഈ 60 വർഷത്തിന്റെ ഭാഗമായിട്ട് എന്താണ് വന്നത്? അന്താരാഷ്ട്ര കയർ മ്യൂസിയം കലവൂരിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ കയർ ബോർഡ് 1954 വന്നു. അതിന്റെ ഭാഗമായിട്ട് 60 വർഷം ഡയമണ്ട് ജൂബിലിക്ക് അന്താരാഷ്ട്ര കയർ മ്യൂസിയം കലവൂരിൽ സ്ഥാപിക്കപ്പെട്ടു 2014. കയർ ഫെഡ് നേരത്തെ പറഞ്ഞു 1979. ആലപ്പുഴയിലാണ് കയർ ഫെഡ് അതിന്റെ ആസ്ഥാനം. ഇനി കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1969. 1969 കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ വന്നത്. മൂല്യവർദ്ധിത കയർ ഉൽപാദനത്തിന് വേണ്ടി ഫോർമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഫോം മില്ല് സ്ഥാപിച്ചത് 1979. ഇനി അടുത്ത ദേശീയ കയർ റിസർച്ച് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1994. 1994 തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദേശീയ കയർ റിസർച്ച് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് 1994 തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കയർ യന്ത്ര നിർമ്മാണ കമ്പനി വന്നത് 2014. നമ്മൾ പഠിച്ച വർഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു. 2014 2 കേസ് പഠിച്ച്. അപ്പൊ അതിന്റെ ആദ്യത്തെ കേസ് പറയണമെങ്കിൽ 1954 കയർ ബോർഡ് കൊച്ചി ആസ്ഥാനമാക്കി വന്നു. അപ്പൊ അതിന്റെ 60ാമത്തെ വർഷം ഡയമണ്ട് ജൂബിലിക്ക് എന്ത് സംഭവിച്ചു? അന്താരാഷ്ട്ര കയർ മ്യൂസിയം കലവൂരിൽ സ്ഥാപിച്ചു. ഓക്കെ. ഇനി കയർ ഫെഡിനെ കുറിച്ച് പറയണമെങ്കിൽ 1979 ആലപ്പുഴ ആസ്ഥാനമാക്കി വന്നു കയർ ഫെഡ്. ഈ 79 തന്നെ അടുത്ത പഠിക്കാണ്ട് ഫോർമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് അതായത് മൂല്യവർദ്ധിത കയർ ഉൽപാദനം സാധ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനം 1979 ഫോം മിൽ. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ 1969 നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ 1969 നിലവിൽ വന്നു. 94 പ്രത്യേകത. 94 എന്താണ് പ്രത്യേകത? ദേശീയ കയർ റിസർച്ച് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരുവനന്തപുരത്ത് വന്നത് 1994. അടുത്ത പോയിന്റ് 2014 ഒന്നും കൂടെ പഠിച്ചു. നമ്മൾ എന്താണ് കേരള സ്റ്റേറ്റ് കയർ യന്ത്ര നിർമ്മാണ കമ്പനി വന്നത് 2014. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള കൈത്തറിയാണ്. കൈത്തറി. ഓക്കെ. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് കൈത്തറി വ്യവസായത്തെ കുറിച്ചാണ്. ഒരു ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ചോദിച്ചതാണ്, പ്രീവിയസ് ആണ് ഇതൊക്കെ. ഇനി 1968 ഉണ്ട്, അതിൽ വരും. അത് പ്രധാനപ്പെട്ടതാണ്. ഇതാടക്കണം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. കൈത്തറി വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പ്രതീക്ഷിത ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവ് സമ്പ്രദായത്തിലുള്ള ഒരു കുടിൽ വ്യവസായമാണ് കൈത്തറി. മാസ്റ്റർ വീവ് സമ്പ്രദായത്തിലുള്ള ഒരു കുടിൽ വ്യവസായമാണ് കൈത്തറി. അടുത്തത്, ഏറ്റവും കൂടുതൽ കൈത്തറി സ്ഥാപനങ്ങളുള്ളത്, കൈത്തറി വ്യവസായമുള്ളത് കണ്ണൂരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരത്താണ്. സഹകരണ സംഘം ചോദിച്ചാൽ തിരുവനന്തപുരം, സൊസൈറ്റീസ്. എന്നാൽ കൈത്തറി വ്യവസായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കണ്ണൂര്. 1968 ഇമ്പോർട്ടൻസ്. ഹാൻഡ് വീവ് കണ്ണൂർ സ്ഥാപിച്ച വർഷമാണ് 1968. 1968 ഹാൻഡ് വീവ് കണ്ണൂർ സ്ഥാപിച്ച വർഷം. കൈത്തറി വികസന കോർപ്പറേഷൻ ആണ് ഈ ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. കൈത്തറി വികസന കോർപ്പറേഷൻ ആണ് ഹാൻഡ് വീവ്. ഓക്കെ. ഇനി ഹാൻഡ് ടെക്സ് ഉണ്ട്. ഹാൻഡ് ടെക്സ് എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സംഘങ്ങളാണ്. അത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഹാൻഡ് വീവ് 1968 കൈത്തറി വികസന കോർപ്പറേഷൻ കണ്ണൂരാണ്. എന്നാൽ അപ്പെക്സ് സംഘങ്ങളുടെ കൂട്ടായ്മ ഹാൻഡ് ടെക്സ് സ്ഥാപനം
എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഹാൻഡെക്സ് തിരുവനന്തപുരം, ഹാൻഡ് വീവ് കണ്ണൂർ. മാറിപ്പോല്. ഇനി ഈ ഹാൻഡെക്സ് 1961 സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1961, മറ്റേ 68 മറന്ന പോലെ. ഇനി പ്രധാനപ്പെട്ട കൈത്തറി യൂണിറ്റുകളൊന്ന് പഠിക്കണം കേരളത്തിലുള്ള. ഒന്ന് ബാലരാമപുരം, തിരുവനന്തപുരത്തെന്നറിയാം. പിന്നെ കൂത്താമ്പുള്ളി തൃശ്ശൂരാണ്. തൃശ്ശൂർ കൂത്തതങ്ങ് പഠിക്കണം കേട്ടോ. തൃശ്ശൂർ കൂത്ത്. ഓക്കെ. ചേന്ദമംഗലം എറണാകുളത്താണ്. ഈ ചേന്ദമംഗലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചേന്ദമംഗലം 2018 പ്രളയ സമയത്ത് ഒരുപാട് നാശങ്ങൾ ഉണ്ടായി അവിടുത്തെ സെന്ററിൽ. അങ്ങനെ ചേക്കുട്ടി പാവകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഈ ചേന്ദമംഗലം യൂണിറ്റ് നല്ല രീതിയിൽ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉത്പാദിപ്പിച്ച പാവകളാണ് ചേക്കുട്ടി പാവകൾ. ചേക്കുട്ടി പാവകളുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് എന്ന് വെച്ചാൽ ചേന്ദമംഗലം 2018 പ്രളയത്തിൽ കുറെ ദുരിതം വന്നതിനെ കുറിച്ചാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്മരണാർത്ഥം ചേക്കുട്ടി പാവകൾ പുറത്തിറക്കിയത്. ആദ്യത്തെ കേരളത്തിലെ തുണിമില്ല് കൊല്ലത്താണ് 1881. ആദ്യത്തെ കേരളത്തിലെ തുണിമില്ല് എവിടെയാണ്? കൊല്ലത്താണ് 1881. ഇനി തനിമ, കൃതിക, ഇതൊക്കെ കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി തനിമ എന്ന് പറയുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തും, കൃതിക എന്ന് പറഞ്ഞാൽ തനിമ തിരുവനന്തപുരം, കൃതിക കണ്ണൂർ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി എവിടെയെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ റയോൺ ഫാക്ടറിയാണ്. 1950 പെരുമ്പാവൂരാണ് വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി എവിടെയെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ റയോൺ ഫാക്ടറി 1950 പെരുമ്പാവൂർ. ഇനി മറ്റൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതെവിടെയാണ്? കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയായ മാവൂർ റയോൺ കമ്പനി. കോഴിക്കോടാണ് മാവൂർ റയോൺ കമ്പനി. ഇനി ആഗസ്റ്റ് 7 കൈത്തറി ദിനം നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത്. സ്വദേശി പ്രസ്ഥാനമാണ് ഈ ഒരു ദിനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1905 വന്ന സ്വദേശി പ്രസ്ഥാനം. ആഗസ്റ്റ് 7 എന്ന് പറഞ്ഞാൽ കൈത്തറി ദിനം പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദി. പിന്നെ വേറെ ജാവലിംഗ് ത്രോ ദിനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ഓഗസ്റ്റ് 7. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡെക്സ് ടെക്നോളജി 1987 നിലവിൽ വന്നത്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇത് ചോദിക്കാൻ കൊള്ളാം. 1972 കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വന്നത്. അപ്പൊ ഇതിന്റെ ആസ്ഥാനമായിട്ട് എന്താണ് കേന്ദ്രം കേരളത്തില് ബാലരാമപുരത്തുണ്ട്. ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് കയർ അപ്ലൈഡ് റിസർച്ച് ഡെവലപ്മെന്റ് ടെക്നോളജി എന്ന് പറഞ്ഞ സ്ഥാപനം. ബാലരാമപുരത്താണ് കേട്ടോ. ഇനി ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം അവിടെയാണ്. റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ്. ഇനി ടെക്സ്ഫെഡ് അതായത് ടെക്സ്റ്റൈൽ ഫെഡ് 1992 വന്നു. സന്ത് കബീർ എന്ന് പറഞ്ഞ എന്താണ്? മികച്ച കൈത്തറി വ്യവസായ നെയ്ത്തുകാരന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സന്ത് കബീർ. ഖാദി വ്യവസായ ബോർഡ് പഠിക്കാം. ഖാദി വ്യവസായ ബോർഡ് 1957 വന്നത്. 1957. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ച് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂര് സഹകരണ സംഘങ്ങളാണെങ്കിൽ കൈത്തറിയിൽ തിരുവനന്തപുരമാണ്. പിന്നെ 68 ഹാൻഡ് വീവ്, ഹാൻഡെക്സ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് 61 ഹാൻഡ് വീവ് കണ്ണൂര്, ഹാൻഡെക്സ് തിരുവനന്തപുരം, ഹാൻഡ് വീവ് വികസന കോർപ്പറേഷൻ ആണ്. പിന്നെ ബാലരാമപുരം കൂത്താമ്പുള്ളി തൃശ്ശൂര്. പിന്നെ ചേന്ദമംഗലം ചേക്കുട്ടി പാവകൾ 2018 പ്രളയം. ചേന്ദമംഗലം എവിടെയാണ്? എറണാകുളത്ത്. ഇത്തരം കാര്യങ്ങൾ തീർന്നു. ആഗസ്റ്റ് 7 അറിയാം കൈത്തറി ദിനം. തുണിമില്ല് ആദ്യമായിട്ട് 881 കൊല്ലത്ത് വന്ന്. തനിമ, കൃതിക അറിയാം, പദ്ധതികളാണ്. തനിമ തിരുവനന്തപുരം, കൃതിക കണ്ണൂര്. ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി എവിടെയെന്ന് ചോദിച്ചാൽ 1950 എന്താണ് ട്രാവൻകൂർ റയോൺ ഫാക്ടറി പെരുമ്പാവൂരാണ്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളത് മാവൂർ റയോൺസ് കോഴിക്കോട്. പിന്നെ IIHT 87 അത് ഇമ്പോർട്ടന്റ് അല്ല. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ് 1972 ബാലരാമപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ ഒരു കേന്ദ്രമുണ്ട്. അതാണ് കാർഡ് ടി എന്ന് പറയും. കയർ അപ്ലൈഡ് റിസർച്ച് ഡെവലപ്മെന്റ് ടെക്നോളജി. ഓക്കെ. ടെക്സ്റ്റ് ഫെഡ് അത് പഠിക്കും. ടെക്സ്റ്റൈൽ ഫെഡ് 1992 വന്നത്. സന്ത് കബീർ എന്ന് പറഞ്ഞാൽ മികച്ച നെയ്ത്ത്, അതായത് കൈത്തറി നെയ്ത്തുകാരന് കൊടുക്കുന്ന അവാർഡാണ്. ഖാദി ബോർഡ് വന്നത് 1957. നമുക്ക് അടുത്ത വ്യവസായങ്ങളോട് പഠിച്ചൂടെ? ട്രെൻഡിങ് ടോപ്പിക്ക് ഇതില് ഈ മുള വ്യവസായം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിലുള്ള ഈ കൊടുത്തേക്കുന്ന എല്ലാ പോയിന്റും ഉപയോഗിക്കുവാണ്. ആകെ പഠിക്കുക ഇത്ര കാര്യമുള്ളത് മൊത്തം ഉപയോഗിക്കുക. അപ്പൊ കശുവണ്ടി വ്യവസായത്തിൽ ഇന്ത്യയിലെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എത്രാമത്തെയാണെന്ന് വെച്ചാൽ 6ാമത്തെയാണ്. കേരളത്തിന്റെ സ്ഥാനം കശുവണ്ടി ഉത്പാദനത്തിൽ 6ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്രയാണ് ഫസ്റ്റ്.
കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലോ എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. എല്ലാ സ്ഥാപനങ്ങളും കൊല്ലത്താണ്, വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാം കൊല്ലത്താണ്. പക്ഷെ ഉൽപാദനം ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കശുവണ്ടി ഉൽപാദനം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. എന്നാൽ ഇതിന്റെ ഈ വ്യവസായത്തിന്റെ ഫാക്ടറിയും അങ്ങനെ എല്ലാം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്താണ്. ദേശീയ ഗവേഷണ കേന്ദ്രം, ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ കർണാടകയിലെ പുട്ടൂരാണ്. പുട്ടൂര്, കർണാടകയിൽ പുട്ടൂര്. കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ 2 ഉണ്ട്. ഒന്ന് ആനക്കയം മലപ്പുറം, മാടക്കത്തറ തൃശ്ശൂര്. ആനക്കയം മലപ്പുറം, മാടക്കത്തറ തൃശ്ശൂർ. എന്നൂടെ പറയാം, കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലോ എന്ന് പറയുന്നത് കൊല്ലമാണ്. വ്യവസായം മൊത്തം കൊല്ലത്താണ്. എന്നാൽ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഏത് ജില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉൽപാദനമാണ് ചോദിക്കണമെങ്കിൽ അത് കണ്ണൂർ മാറിപ്പോകുന്നു. ഏറ്റവും ഈ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. കേരളം 6ാം സ്ഥാനത്താണ്. പക്ഷെ ദേശീയ ഗവേഷണ കേന്ദ്രം കർണാടകയിലെ പുട്ടൂരിലാണ്. കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ആനക്കയം, അത് മലപ്പുറമാണ്. മാടക്കത്തറ തൃശ്ശൂരാണ്. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ സ്ഥാപനങ്ങൾ ഒന്ന് പഠിക്കാം. ഒന്ന് എന്താണ് വികസന കോർപ്പറേഷൻ എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ, കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ്. പിന്നെ KSACC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിന്റെ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ക്യാപെക്സ് തൊഴിലാളി സംഘടനയാണ്. അതെല്ലാം എവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫുള്ള് PYQള്ള മുള വ്യവസായം. മുള വ്യവസായം കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ 1971 നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ 1971 നിലവിൽ വന്നു. പിന്നെ നല്ലളം കോഴിക്കോട് വരുന്ന ഒരു സ്ഥാപനമാണ് ഹൈടെക് ബാംബു ഫ്ലോറിംഗ് ടൈൽ ഫാക്ടറി. ഹൈടെക് ബാംബു ഫ്ലോറിംഗ് ടൈൽ ഫാക്ടറി നല്ലളം കോഴിക്കോടാണ്. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ നിലവിൽ വന്നത് 2003 ഇന്നൊവേഷൻ സെന്റർ, കേരള സ്റ്റേറ്റ് ബാംബു ഇന്നൊവേഷൻ സെന്റർ അങ്കമാലിയിലാണ്. അത് 2016 നിലവിൽ വന്നത്. പിന്നെ ബാംബു ബസാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് കീഴിലുള്ള ബാംബു ബസാർ കുമരകത്താണ്. പോയിന്റുകൾ പഠിക്കുക. ഒന്ന് ബാംബു കോർപ്പറേഷൻ 1971, നല്ലടത്താണ് അതിന്റെ ഫ്ലോറിംഗ് ടെക്നോളജി വന്നേക്കുന്ന സ്ഥലം. പിന്നെ ബാംബു മിഷൻ 2003 പിന്നെ ഇന്നോവേഷൻ സെന്റർ അങ്കമാലിയിലാണ്, 2016 വന്നു. അതിന്റെ കീഴിലുള്ള ബാംബു ബസാർ കുമരകത്താണ്. കരകൗശല വ്യവസായങ്ങൾ, കേരള സ്റ്റേറ്റ് കരകൗശല അപ്പെക്സ് സൊസൈറ്റി അതിന്റെ ഒരു സ്ഥാപനമാണ്. അതായത് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം, അതിനറിയപ്പെടുന്ന പേര് സുരഫി എന്നാണ്. 1964 നിലവിൽ വന്നത്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരകൗശല വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ കേരള സംസ്ഥാന ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നത് 1968 PYQ ആണ്. കാറ്റ്കോ, പേര് ഞാൻ മറന്ന, ആർട്ടിസൻസ്, കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെ. ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1981 എന്ന സ്ഥാപനമാണ്. ആർട്ടിസൻസ് ആണ്. അപ്പൊ കേരള സ്റ്റേറ്റ് കരകൗശല അപ്പെക്സ് സൊസൈറ്റി സുരഫി എന്നറിയപ്പെടും. 1961 പേര് മറന്നു, 64 സുരഫി. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 68 PYQ. 81 വന്നതാണ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ചെറുകിട വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളമാണ്. 2ാം സ്ഥാനം തൃശ്ശൂരാണ്. വ്യവസായം മൂലം നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ്. 2ാം സ്ഥാനം തൃശ്ശൂരാണ്. വ്യവസായങ്ങൾ ഏറ്റവും കുറവ് എവിടെയാണ്? വയനാടാണ്. എന്നാൽ പൊതുമേഖലയിൽ വ്യവസായങ്ങളെ ഇല്ലാത്ത ഒരു 2 ജില്ലകളുണ്ട്. ഒന്ന് ഇടുക്കി, ഒന്ന് വയനാട്. ഇമ്പോർട്ടന്റ് ആണ്, അത് കളയല്ലത് പോയിന്റ്. കുറച്ചുകൂടെ പഠിച്ചുകൂടെ? വ്യവസായത്തിന്റെ അവസാനത്തെ സെക്ഷനാണ് റബ്ബർ വ്യവസായം. റബ്ബർ വ്യവസായം എന്ന് പറയുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് റബ്ബർ മാർക്ക്. ഇതാണ്, ഈ റബ്ബർ മാർക്കാണ് തൊഴിലാളികളിൽ നിന്ന് റബ്ബർ സ്വീകരിച്ച് വിൽക്കുന്ന വിപണനത്തിന് വേണ്ടി സ്വീകരിക്കുന്നത്. ഇനി കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് റബ്കോ. റബ്കോ 1991 നിലവിൽ വന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. ആദ്യത്തെ ടയർ കമ്പനി കേരളത്തിലെ അപ്പോളോ ടയേഴ്സ് ആണ്. അത് പേരാമ്പ്രയിലാണ് അപ്പോളോ ടയേഴ്സ്. പേരാമ്പ്ര എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂവാറ്റുപുഴ ആ ഒരു ഏരിയയിൽ പോകണം. ഇനി റബ്ബർ പാർക്ക് ആദ്യത്തെ എവിടെയെന്ന് ചോദിച്ചാൽ ഐരാപുരം. സോറി, പേരാമ്പ്ര അല്ല കേട്ടോ, ഇതാണ് മൂവാറ്റുപുഴ ഏരിയയിൽ. പെരുമ്പാവൂർ ഏരിയ, പെരുമ്പാവൂർ. അതൊന്നും വേണ്ട. അപ്പോളോ ടയേഴ്സ് ആദ്യത്തെ ടയർ കമ്പനി പേരാമ്പ്രയിലാണ്. പിന്നെ റബ്ബർ പാർക്ക് ആദ്യത്തെ എവിടെയെന്ന് ചോദിച്ചാൽ ഐരാപുരം. ഇനി ഈ ട്രേഡ് ഇലക്ട്രോണിക് ഇന്റർനെറ്റില് വ്യാപാരത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സാധനമാണ് എം ട്യൂബ്. ഈ ട്രേഡുമായി ബന്ധപ്പെട്ട റബ്ബറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. എം ട്യൂബ് അങ്ങ് എം റൂബ് കേട്ടോ. എം ട്യൂബ് അല്ല, എം റൂബ്. യൂട്യൂബ് എന്ന് പറഞ്ഞ പോലെ എം റൂബ്. ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്
ഇനി കേരള കളിമണ്ണ് ആൻഡ് സെറാമിക് IT ഹബ്ബ്. അപ്പൊ കേരള കളിമണ്ണ് ആൻഡ് സെറാമിക് സെന്ററിന്റെ കീഴിലുള്ള IT ഹബ്ബ് വരുന്നത് മങ്ങാട്ടുപറമ്പ, കണ്ണൂരാണ്. IT മിഷനുമായിട്ട് ബന്ധപ്പെട്ട് IT നയം ആദ്യമായിട്ട് വന്നത് 98-ലാണ്. IT മിഷൻ അതിന്റെ ചെയർമാൻ CM ആയിരിക്കും. 99-ലാണ് IT മിഷൻ കേരളത്തിൽ വന്നത്. ഏറ്റവും പഴക്കം ചെന്ന ധനകാര്യ സ്ഥാപനം കേരളത്തിൽ എന്ന് വെച്ചാൽ KFC ആണ്. അതിന്റെ പഴയ പേര് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന KFCയുടെ പഴയ പേര് ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നായിരുന്നു. ഇനി KSIDC കേരള എന്താണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ 1961-ലാണ് വന്നത്. സിഡ്കോ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സിഡ്കോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. മേക്ക് ഇൻ കേരള ആ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് വ്യവസായ വളർച്ച ലക്ഷ്യമിട്ട പദ്ധതിയാണ്. അതിന്റെ അംബാസിഡർ മമ്മൂട്ടിയാണ്. വിജയമോഹിനി മില്ല് എവിടെ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ അത് തിരുവനന്തപുരത്ത് 1974 നിലവിൽ വന്നു. അത് പരുത്തി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണ്. മലബാർ സിമന്റ് വന്നത് 78-ലാണ്. 1978-ല് വാളയാർ, പാലക്കാടാണ് ആസ്ഥാനം. സംഘടിത തടിമില്ല് ആദ്യത്തെ വന്നത് കല്ലായിലാണ്. വർഷം പഠിച്ചോണം 1893. ഫാക്ട് എന്താണ് ആദ്യത്തെ ഏറ്റവും വലിയ കേരളത്തിലെ രാസവള ഉൽപാദന കമ്പനി ഓക്കെ സ്ഥാപനം 1943 സെപ്റ്റംബർ 22 നിലവിൽ വന്നു. ഇതില് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. എനിക്കും ഇത് കാണാതെ മൊത്തം അറിഞ്ഞുകൂടാ, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് പറയുന്നില്ല, പഠിച്ചേ പറ്റുള്ളൂ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം.